ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോട് ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ കുറിച്ച് ആരെന്ന് പറയുന്നു. ശേഷം യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നു, അവർ യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്. ഇവിടെ ശിമോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഓർക്കണം, ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു യഹൂദനെ സംബന്ധിച്ച് മനുഷ്യനായി അവരോടൊപ്പം നടക്കുന്ന യേശുക്രിസ്തു ദൈവമെന്ന് പറയണമെങ്കിൽ സ്വർഗീയമായ വെളിപ്പാട് പ്രാപിച്ചെങ്കിലേ സാധ്യമാകൂ. അതുകൊണ്ടാണ് 17-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത് എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഏകസത്യ ദൈവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവമാകുന്നത്? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇവിടെ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ ഒന്നിലധികം വ്യക്തിത്വമുണ്ട്, എന്നാൽ അസ്തിത്വം ഒന്നാണ്. ഒന്നിലധികം വ്യക്തിത്വം, ആളത്വം, എന്നാൽ അസ്തിത്വം ഒന്ന്. നോക്കണമേ, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിന്മേലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ ദൈവം പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം. ഓർക്കണം, ഇത് ബഹുമാന സൂചകമായിട്ട് നാം എന്ന് പറയുന്നതല്ല. ഇത് ഒന്നിലധികം വ്യക്തിത്വങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന്
എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ഇവിടെ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്മ നിമിത്തം വീണുപോയ മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു. തിന്ന നിമിത്തം എന്ത് സംഭവിച്ചു? അവരിൽ ദൈവിക തേജസ് നഷ്ടമായി. എന്നാൽ നന്മ തിന്മകളെ അറിയുവാനുള്ള പ്രാപ്തി അവർക്കുണ്ടായി. അതിനുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നു, മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ദൈവം സൂചിപ്പിക്കുന്നത് ദൈവത്തിലുള്ള ഒന്നിലധികം വ്യക്തിത്വത്തെ ഇവിടെ സൂചിപ്പിക്കുക. നമ്മിൽ ഒരുത്തനെ പോലെ. നോക്കണം, വീണ്ടും നമ്മൾ കാണുന്നു ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ദോഷം നിമിത്തം ഭൂമിയിൽ ദൈവം പ്രളയം വരുത്തുന്നു. പ്രളയത്തിന് ശേഷം മനുഷ്യൻ ഇനി ദൈവം അവരെ ഭിന്നിപ്പിക്കരുത്, ഇത്തരത്തിലൊരു നാശത്തിലൂടെ അവരെ ഭിന്നിപ്പിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ അവരൊരു പട്ടണം പണിയുകയാണ്. ആ പട്ടണം പണിയുന്നതിനുള്ള ബന്ധത്തിൽ ദൈവം അവരെ സന്ദർശിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. 9-ാമത്തെ വാക്യം, സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. അപ്പോൾ നോക്കണം, ദൈവം അവരെ ചിഹ്നിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം അവർ അവിടെ ഒരു ഗോപുരം പണിയുകയാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടിയുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന കൽപ്പന എന്താണ്? അവർ പെരുകുക, ഭൂതലത്തിലെങ്ങും അവർ വാഴുവാൻ തക്കവണ്ണം അവർ ഭൂതലത്തിൽ നിറയുക. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഇവിടെ അവർ അത്തരത്തിൽ ഒരുമിച്ച് അവിടെ പാർക്കുവാൻ തക്കവണ്ണം അവർ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ദൈവം പറയുന്നു, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്. നാം ഇറങ്ങിച്ചെന്ന് 8-ാമത്തെ വാക്യത്തിൽ അങ്ങനെ യഹോവ. അപ്പോൾ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയെന്ന് പറയുമ്പോൾ അവിടെ ഒന്നിലധികം വ്യക്തിത്വങ്ങളെ പരാമർശിക്കപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാമത്തെ വാക്യം, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു.
മൂന്നാമത്തെ വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇവിടെ വചനത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ശേഷം കാണുന്നു, അങ്ങനെ ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം ദൈവമായിരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ഈ വചനം എന്നതാണ് ഇവിടെ അവൻ എന്നുള്ള നിലയിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ആ വചനം എന്താണ്? ദൈവമാണ്. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനമായ ദൈവം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നിലധികം വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുന്നു. അപ്പോൾ തന്നെ ആ വ്യക്തിത്വങ്ങളെല്ലാം സാരാംശത്തിൽ, അസ്തിത്വത്തിൽ ദൈവം തന്നെയാണെന്ന് നമ്മൾ കാണുകയാണ്. ഈ വചനം എന്താണെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. 14 മുതൽ വായിക്കുമ്പോൾ, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സാക്ഷാൽ ദൈവവചനം, ആ ദൈവവചനത്തിൻ്റെ ആളത്വം എന്താണെന്ന് ഇവിടെ എഴുതിയിരിക്കുക. ദൈവവചനം ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതൽ നമ്മൾ കാണുന്നത്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും വായിച്ചുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. അപ്പോൾ ദൈവവചനം ഒരു വ്യക്തിയാണ്. ഇതന്നെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൽ ഒന്നിലധികം വ്യക്തിത്വമുണ്ട്, അതായത് ആളത്വമുണ്ട്. എന്നാൽ
അസ്തിത്വം ഒന്നാണ്. നോക്കണം, മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെ. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് അവരുടെ ദൗത്യം വിവരിച്ചു കൊടുക്കുകയാണ്. അവിടെ യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും യേശുക്രിസ്തുവിന് ലഭ്യമായി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. അപ്പോൾ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു നാമം ഒഴിവാക്കുവാൻ അവിടെ വ്യവസ്ഥയില്ല. 3 നാമവും ഒരേപോലെ യേശുക്രിസ്തു അവിടെ എടുത്തു പറയുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അതായത് ദൈവത്തിൽ 3 ആളത്വമുണ്ട്, എന്നാൽ അസ്തിത്വത്തിൽ 1, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23-24 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23-24 വാക്യങ്ങൾ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ പിതാവിനെ കാണുന്നു, യേശുവിനെ കാണുന്നു. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് വാസം ചെയ്യുകയാണ്. അവർ ഒരുമിച്ച് വാസം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രായോഗിക തലം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും
നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ 3 വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഞാൻ, യേശുക്രിസ്തു, പിതാവ്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ, യേശുക്രിസ്തു തന്നെ പിതാവിനോട്, മൂന്നാമതായിട്ട് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങളിൽ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും എന്നതിൻ്റെ പ്രായോഗികത ആണിവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് കൊടുക്കുകയാണ്. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും കൂടെ ഇരിക്കുമ്പോൾ അതെന്തിന് തുല്യമാണ്? യേശുക്രിസ്തുവും പിതാവായ ദൈവവും വസിക്കുന്നതിന് തുല്യമാണ്. അതുതന്നെയാണ് മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നിട്ടെന്താ ചെയ്യുന്നത്? യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയാണ്. എന്നാൽ അവിടുന്ന് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് യേശുക്രിസ്തു ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്നത്? അതിൻ്റെ പ്രായോഗിക തലമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ അയക്കുന്നു. ആ കാര്യസ്ഥൻ എന്ത് ചെയ്യുന്നു? എന്നേക്കും ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ ഓർക്കണമേ, ഇവിടെ 3 വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 3 വ്യക്തിത്വങ്ങൾ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ അതേസമയം ഈ 3 വ്യക്തിത്വങ്ങളും ചേർന്ന് ഒരേ അസ്തിത്വം. കാരണം സ്ഥാനം, മാനം എല്ലാം ഒന്നായി നിൽക്കുന്നു, വേർപിരിക്കാൻ കഴിയാതെ വേണം. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. കാര്യസ്ഥൻ, അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ യേശുക്രിസ്തു പോകുന്നു, പോയിട്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതായത് സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തുവാൻ തക്കവണ്ണം സംസാരിക്കാൻ കഴിയുന്ന, പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആളത്വമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോടെ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13, 14, 15 വാക്യങ്ങൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. 15, പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള
ആ ഐക്യത, ഏകത്വം, അതേസമയം ആളത്വത്തിലെ വ്യത്യാസം, തമ്മിൽ ഉള്ള വിധേയത്വം, ഇതെല്ലാം ഒരേപോലെ വെളിപ്പെടുന്നൊരു വാക്യമായത്. 13-ാമത്തെ വാക്യത്തിൽ ഇതാണ് കാണുന്നത്: സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? സ്വയമായിട്ട് സംസാരിക്കത്തില്ല, മറിച്ച് എന്തു ചെയ്യും? കേൾക്കുന്നത് അറിയിച്ചു തരും. ആരെ കേൾക്കുന്നത്? 14-ാമത്തെ വാക്യം: അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തുവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എടുത്ത് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതെന്താണ്? 15-ാമത്തെ വാക്യം: പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്. അപ്പോൾ പിതാവിൽ നിന്നാണ്. അപ്പോൾ ഓർക്കണം, ഘടനാപരമായി വ്യക്തിത്വം മൂന്നായി നിൽക്കുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ അസ്തിത്വത്തിൽ ഒന്നായി നിൽക്കുന്നു. തമ്മിൽ വിധേയപ്പെടുന്ന, തമ്മിൽ ബഹുമാനിക്കുന്ന, തമ്മിൽ ആ ബന്ധം നിലനിർത്തുന്ന ആ വ്യക്തിത്വമായി. എന്നാൽ ഒരേ ആളത്വമായി നമ്മൾ ആരെ കാണുകയാണ്? ദൈവത്തെ കാണുകയാണ്. ഇത് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കിത് അനുഭവിക്കാൻ കഴിയും. ഇത് വെളിപ്പാടാണ്. ഇത് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മളെ ഉപദേശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യം, ഇത് ഒരു ക്രിസ്തുഭക്തൻ പരിശുദ്ധാത്മാവിനാൽ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വേള ദൈവജനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. ദൈവസ്നേഹത്തെ അറിഞ്ഞ് ദൈവ സ്നേഹത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടായി സഫലമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.